നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കോടീശ്വരന്മാരെല്ലാം ലണ്ടൻ വിട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ശതമാനം, ഏകദേശം 12% കോടീശ്വരന്മാരാണ് ഈ ലാസ്റ്റ് വർഷം തന്നെ ലണ്ടൻ വിട്ടത്. ഈ ലണ്ടൻ വിടുന്നവരെല്ലാം പോകുന്നത് അമേരിക്കയിലേക്കും അതുപോലെ തന്നെ ഏഷ്യൻ കൺട്രീസിലേക്കും എല്ലാമാണ്. കാര്യം IT സെക്ടറിലുണ്ടായ കുതിപ്പാണ് അതിന് കാരണം. മാത്രമല്ല, ലോകത്തിലെ 5 റിച്ചസ്റ്റ് ആയിട്ടുള്ള അതായത് 5 റിച്ചസ്റ്റ് ആയിട്ടുള്ള സിറ്റികളിൽ ഉള്ള 5 പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റിയാണ് ലണ്ടൻ എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് സിറ്റി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്തത്. പുറത്തായി. കാരണമെന്ന് പറയുന്നത് അമിതമായിട്ടുള്ള നികുതി ഭാരം, 2008 സാമ്പത്തിക മാന്ദ്യം, യൂറോപ്പിലെ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടായ ലണ്ടനെ മാറ്റിയത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാരണം സാമ്പത്തിക മാന്ദ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് ലണ്ടൻ. ആയതിനാൽ തന്നെ അവിടെയുള്ള കോടീശ്വരന്മാരെല്ലാം ചൂസ് ചെയ്യുന്നത് മറ്റ് റിച്ചസ്റ്റ് ആയിട്ടുള്ള ഏഷ്യൻ കൺട്രീസിലേക്കും അതുപോലെ തന്നെ അമേരിക്കയിലേക്കും ചേക്കേറുന്നതിനാണ്. ഏകദേശം 11,000-ൽ പരം കോടീശ്വരന്മാരാണ് കൊഴിഞ്ഞു പോയിട്ടുള്ളത് തന്നെ. ഇപ്പം ഏകദേശം 2 ലക്ഷത്തിൽ പരം കോടീശ്വരന്മാരെ ലണ്ടനിലുള്ളൂ. കാര്യം ഏറ്റവും കൂടുതൽ ഇപ്പം സാൻ ഫ്രാൻസിസ്കോ ബേയിൽ തന്നെ ഏകദേശം 98% കോടീശ്വരന്മാരുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിംഗപ്പൂരിൽ ഏകദേശം 62% കോടീശ്വരന്മാരുടെ വർധന ഉണ്ടായിരിക്കുന്നത്. കാര്യം അത്രത്തോളം IT സെക്ടർ ബൂമായി കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അങ്ങനെ നോക്കുമ്പോൾ ലണ്ടനിൽ ഇപ്പോൾ നല്ലൊരു ശതമാനം, 12% കോടീശ്വരന്മാർ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും 10 റിച്ചസ്റ്റ് ആയിട്ടുള്ള സിറ്റി എടുത്ത് നോക്കിയാൽ കൂടുതലും അമേരിക്കയിലും ഏഷ്യൻ കൺട്രീസും തന്നെയാണ്. കാര്യം ന്യൂയോർക്കിലാണ് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ളത്. 3 ലക്ഷത്തിൽ പരം കോടീശ്വരന്മാരുള്ളത് ന്യൂയോർക്കിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ലോകത്തെ 10 റിച്ചസ്റ്റ് ആയിട്ടുള്ള സിറ്റി എടുത്ത് നോക്കിയാൽ ലോസ് ഏഞ്ചലസ്, അതുപോലെ തന്നെ ദുബായ്, ടോക്കിയോ, ഇങ്ങനെയുള്ള സിറ്റികളാണ് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള സിറ്റികളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്കെല്ലാം കോടീശ്വരന്മാർ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് ലണ്ടൻ വിട്ട്. കാര്യം ലണ്ടനിലുള്ള സാമ്പത്തിക മാന്ദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ലണ്ടനിലേക്ക് പോയി കോടീശ്വരന്മാരാവാം എന്നുള്ളതിനൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങി. ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. കാര്യം 2014 ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലണ്ടനിൽ. പക്ഷേ അമേരിക്കയും ചില ഏഷ്യൻ കൺട്രികളും വൻ തോതിലുള്ള കുതിപ്പാണ് ഇപ്പം കുതിക്കുന്നത്.